ചേട്ടാ പടം ഞാൻ വരയ്ക്കാത്തെന്ന് പറഞ്ഞാൽ തലവേദനയായിരുന്നു എനിക്ക്. ഇപ്പം റെഡിയായതേ ഉള്ളൂ, അതാണ് വരയ്ക്കാത്തായിരുന്നു. എടുത്തിട്ടുണ്ട് കേട്ടോ, എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടത്. ഒന്നും പറയാനില്ല കേട്ടോ. ഷോർട്ടിൻ്റെ ട്രെയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. റെസ്പെക്റ്റ് ഒന്നും ചെയ്യില്ല ഗൈസ്, അടിച്ച് കളഞ്ഞത്. ഇവിടെ നിന്നൊരു ട്രെയിൻ ഉണ്ടായിരുന്നു, കാരണം അത് നേരത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ റെസ്പെക്റ്റ് ചെയ്യാത്ത ട്രെയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ വ്യൂ ഒരു പിടിയില്ല, ടോട്ടലി ഡൗൺ ആണ്. പക്ഷേ പോണത് ഫുള്ള് മേളിലോട്ട്, ഒരു പിടിയില്ല എന്താണ് എനിക്കെന്നെ മനസ്സിലാവുന്നില്ല. വ്യൂ ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ. 1:2 ഇതിന് പകരം 8 പകരം 12 ആണ് കേട്ടോ. കാരണം മനസ്സിലായില്ല ഉണ്ടല്ലോ, അതുകൊണ്ടാണ് 1:12 ആക്കിയത് കേട്ടോ. നെഗറ്റീവായിട്ട് കുഴപ്പമില്ല, പറയില്ല. ഞാൻ ഇന്ന് ഫീൽഡ് ഔട്ടാണ്, റൈഡൊന്നും പറയില്ല. വൈപ്പ് ചെയ്ത് കളഞ്ഞ 3 കിടിലായിട്ട് താഴെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം കമ്പ്യൂട്ടറിൽ ഓക്കെയാണ് കേട്ടോ, വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. നമ്മളെ ഇൻലൈറ്റ് ശലം കുറയ്ക്കണം, കാരണം നല്ല കൂടി കിടക്കുക. ഔട്ട് നല്ല കുറഞ്ഞു പോയി തുടങ്ങി. 700 പോണ് 1200 പറഞ്ഞു. അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്തത്. അടുത്തെന്ന് പറഞ്ഞാൽ 500 പോയിന്റ് റെഡ്യൂസ് ചെയ്യണം, ലൈറ്റ് ഓൺ ആയിട്ട് അങ്ങേറാൻ. ചൂട് ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ചൂട്. ആവിങ്ങനെ പറഞ്ഞടിക്കുക. നേരെ റണ്ണിങ്ങിന് ഇറങ്ങാൻ പോകണം കേട്ടോ. റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ പോട്ടെ. യെസ്, പാതി റോഡെത്തി. എൻ്റെ കാര്യത്തിൽ തീരുമാനം ഇപ്പോഴേ തളർന്നു കേട്ടോ. റൈസ് കഴിക്കാത്തതുകൊണ്ടായിരിക്കും, എനർജി പോലെ. ഇപ്പോഴേ ബോഡി വയ്യാന്ന് പറയുന്നു. എത്തി കേട്ടോ, ഞാൻ വീഡിയോ എടുത്തെന്ന് വിചാരിച്ചു. കുളിക്കാൻ പോകണം, ഇനി കഴിക്കട്ടെ. ഞാൻ കഴിക്കാൻ പോകണം കേട്ടോ. ഫുള്ള് വെള്ളമൊഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. കയറണം കേട്ടോ, ടൈമായി. ഫോർമേഷൻ്റെ ഇവിടെ കുഴപ്പമില്ല, കമ്പ്യൂട്ടർ ബേസ് കുഴപ്പമില്ല കേട്ടോ. പിന്നെ അടുത്ത അനാലിസും കൂടി മാത്രമേ ഉള്ളൂ. ഇത്രയും വലിയ യൂണിക്ക് എനിക്ക് മനസ്സിലായില്ല ഗൈസ്, റിയലി. എന്താ മോർണിംഗിലാണ് മണ്ടയിലെത്തിയത്. ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചായിരുന്നു, ഇന്നലെ ഇവിടെ തട്ട് വന്നു. മോർണിംഗ് അവിടെ ചെന്ന് തട്ടി. ഞാൻ എപ്പോഴും എടുക്കുമ്പോഴത്തെ ടൈമിൽ എടുത്തിരുന്നേ കറക്റ്റ് വന്നേനായിരുന്നു. അതായത് ഈ ടൈം ഒരു ടൈമിങ് തെറ്റിച്ച് കയറുകയും ചെയ്ത് എന്നെ തേച്ചൊട്ടിക്കുകയും ചെയ്തു. അത് മറ്റൊരു 3:30 എന്തോ എടുത്തത്, മറ്റൊരു 5 മണിക്ക് എന്തോ കറക്റ്റ് ആയത് വന്നാണ്. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, കഴിഞ്ഞത്. നമ്മളെ 400 പോയിന്റ് അടുപ്പിച്ചോളം കൂട്ടണം. ഫുഡ് റെഡിയാക്കി നീ കഴിക്കട്ടെ. ഞാൻ ഫുഡ് കഴിക്കട്ടെ. നീ പടം വരച്ച് കേട്ടോ. നേരെ പോയി പമ്പ് റൂമും ക്ലോറിനേഷനും പോയി ചെക്ക് ചെയ്യണം. പമ്പ് റൂം കുഴപ്പമില്ല, ക്ലോറിനേഷൻ്റെ ഇവിടെ കുഴപ്പമില്ല. പരിപാടി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോഴത്തേക്ക് കുഴപ്പമില്ല. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമ്മളത് ഇൻലൈറ്റും കുറയ്ക്കണം, സൈഫയും കൂട്ടണം. വേറെ വലിയ പരിപാടിയില്ല. നേരത്തെ അനാലിസിൻ്റെ നോക്കണം. ഓൺലൈൻ ബേസിൽ ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ട്രേഡിങ് വേണമെങ്കിൽ ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ടൊന്ന് നോക്കാം. കാരണം ആ ഹൈ വരെ നോക്കണുള്ളൂ, ഇപ്പം എടുത്തിട്ട് കാര്യമില്ല. ആൾറെഡി റാലിയിൽ നിൽക്കുകയാണ്. പിന്നെ അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ എഡിറ്റിങ്, പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. അത് ലെവലൊന്ന് വെള്ളത്തിൻ്റെ ലെവലിൽ പോണത് കുറയുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യണം. അത് വേറെ വലിയ പരിപാടിയൊന്നുമില്ല. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.